guys, so welcome back to my YouTube channel. So നമ്മൾ ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് ഓൾ അബൌട്ട് നമുക്ക് ട്യൂസ്ഡേ ഇവിടെ വിഷു വരും. അപ്പോൾ ഇന്നിവിടെ സാറ്റർഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി തിങ്സ് ഒക്കെ മേടിക്കാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുക. സോ ആക്ച്വലി ഞങ്ങളൊരു 2 ഷോപ്പ് പോകണം ടു ഗെറ്റ് ദ വെജിറ്റബിൾസ്. ആൻഡ് ദെൻ ഇനി ഒരെണ്ണം ഇവിടെ ഒരു കേരള സ്റ്റോറുണ്ട്, അവിടെ പോയി നമ്മൾ ഈ കണിക്ക് വെക്കേണ്ട തിങ്സ് അങ്ങനെയൊക്കെ നോക്കി മേടിക്കാനുണ്ട്. ഈ 2 പ്ലാനാണ് ഇന്ന് ഫുൾ. മോസ്റ്റ്ലി കൃഷ്ണന് വെക്കേണ്ട തിങ്സും മറ്റേ ഡ്രസ്സ് പിന്നെ വാൽക്കണ്ണാടി അതൊക്കെ നാട്ടിലിരുന്ന് തന്നെ ഞാൻ കൊണ്ടുവന്നു. സോ അതൊന്നും വലുതായിട്ട് മേടിക്കാനില്ല. ഫ്രൂട്ട്സ് മേടിക്കണം. പിന്നെ ലാസ്റ്റ് ടൈമൊക്കെ മറ്റേ കുഞ്ഞ് ചക്കയൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. ഈ ടൈം അതൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ ആക്ച്വലി വിഷുവിനെന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് പോയാൽ എല്ലാം കിട്ടും, നാളെയൊക്കെ ആകുമ്പോൾ ഒന്നും കിട്ടത്തില്ല. ടൈം ഇവിടെ ലൈക്ക് 1 o'clock. ഇത് ലേറ്റാണ്, കാരണം ഇന്നലെ തന്നെ അവർ പോസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലെല്ലാം ഇടും. അപ്പോൾ ഇന്നലെ തന്നെ ആ ചേട്ടൻ അതിൽ ഇട്ടു ഇതൊക്കെ ഉണ്ട്, ഇന്ന് മോസ്റ്റ്ലി ആദ്യം വരുന്നവർക്ക് തരും എന്ന് പറഞ്ഞ്. സോ ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഇതിന് പോകാൻ കുറച്ച് ലേറ്റായിപ്പോയി. സോ അപ്പം ഐ തോട്ട് അത് നമുക്ക് ഇവിടെ എന്തൊക്കെ തിങ്സ് ഒക്കെ കിട്ടും എന്തൊക്കെ കിട്ടത്തില്ല എന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സോ യാ, ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് 10 മിനിറ്റ്സേ ഉള്ളൂ ഈ ഷോപ്പ്. പിന്നെ ഇവിടെ എല്ലാം കുറച്ച് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന വിചാരിച്ചാണ് ഇങ്ങോട്ടത്തേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിലോട്ട് വന്നു. സോ ഇത് ആക്ച്വലി ഇത് ഓപ്പൺ ഷോപ്പാണ്. നമുക്കിവിടെ ഞങ്ങൾ വിചാരിച്ചു ലൂസിൽ വെജിറ്റബിൾസ് എടുക്കാം. ജനറലി ഞങ്ങൾ ഈ ഫ്രോസൺ വെജിറ്റബിൾസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കുറേ പേരൊക്കെ ഉണ്ട്, നമുക്ക് കുക്ക് ചെയ്യണം, അപ്പോൾ ഫ്രോസൺ തികയത്തില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ ലൂസായിട്ട് നമ്മൾ വെജിറ്റബിൾസ് മേടിക്കാം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തു. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കണം, ഇഞ്ചി പച്ചടി, ഓലൻ, അവിയൽ, പിന്നെ എരിശ്ശേരി, അത് കഴിഞ്ഞിട്ട് സാമ്പാർ. പരിപ്പ് എൻ്റെ ഫ്രണ്ടാണ് ഉണ്ടാക്കുന്നത്. സോ സാമ്പാർ, പിന്നെ സേമിയ പായസം, പിന്നെ പരിപ്പ് പായസം എൻ്റെ ഇനിയൊരു ഫ്രണ്ടാണ് ഉണ്ടാക്കുന്നത്. സോ നമ്മൾ ബേസിക്കായിട്ട് ഇപ്പം നമ്മൾ സവാള മാത്രം എടുത്തു. ഇനി ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയുള്ള ബീട്രൂട്ട്, പിന്നെ ഓലന് വേണ്ടിയിട്ടുള്ള ആഷ് ഗോഡ്, അതൊക്കെ ഇനി വേണം മേടിക്കാൻ. അപ്പോൾ ക്യാബേജ് തോരൻ, പിന്നെ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി, പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കണം. അപ്പോൾ അമ്മ വലിയ കാര്യമായിട്ടിരുന്ന് ക്യാബേജ് തോരനായിട്ടുള്ള ക്യാബേജ് നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഇവിടെ ചക്കയൊന്നും കിട്ടത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. ഈ പ്രാവശ്യം ഇവിടെ ചക്കയൊക്കെ ഉണ്ട്. അറിഞ്ഞൂടാ, വിഷു സ്പെഷ്യലായിട്ട് ഇവിടെ ഇറക്കിയതാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ചക്കയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് അത്ര നല്ല ചക്കയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാണ്ട് ഞങ്ങൾ മേടിച്ചില്ല ഈ ചക്ക. സോ ഇവിടെ പുറത്ത് വെജിറ്റബിൾ സെക്ഷൻ, അകത്ത് ഫ്രൂട്ട് സെക്ഷൻ. അപ്പോൾ ഇവിടെ തന്നെ എല്ലാ ഫ്രൂട്ടും ഒരുവിധം ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ ഫ്രൂട്ട്സും ഇവിടെ തന്നെ മേടിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. തന്നെ എല്ലാ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വീട്ടിൽ ഓൾറെഡി ബെറീസ് പിന്നെ ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വാട്ടർമെലൻ, പിന്നെ ഗ്വാവ, അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് മാത്രം എടുത്തു. അപ്പോൾ പിന്നെ അമ്മയ്ക്കിത് ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ കണ്ടിട്ട് അമ്മ ഇങ്ങനെ എക്സൈറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഈ വാഴപ്പൂവൊക്കെ ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇന്നാണ് അറിയുന്നത്. ഇതൊരിക്കലും ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ വാഴപ്പൂവൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഏതോ ഒരു ഫ്രൂട്ട് കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്നെ വിളിക്കുന്നു. അപ്പം ഞാൻ അത് ഏത് ഫ്രൂട്ടിനെ ഇത്ര എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പം അമ്മയുടെ അതൊരു ഫേവററ്റ് ഫ്രൂട്ടാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ മാംഗോയാണ്. അപ്പം മാംഗോയാണ് ഇന്ന് ഇവിടുത്തെ സ്റ്റാർ ആയത്. അപ്പം മാംഗോ ഒക്കെ കണ്ടപ്പോൾ അമ്മ അങ്ങ് വെട്ടി തെളിഞ്ഞിരിക്കുമായിരുന്നു ആക്ച്വലി കാണാനായിട്ട്. അപ്പോൾ പിന്നെ മാംഗോ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഒരു മാങ്ങയൊക്കെ എടുത്തിട്ട് പിന്നെ വേറെന്താ, ബാക്കി എല്ലാ വെജിറ്റബിൾസും ഉണ്ടായിരുന്നു. ആഷ് ഗോഡ് മാത്രം തപ്പിക്കൊണ്ട് നടക്കുക, അതൊഴിച്ച് ബാക്കി എല്ലാം ഇവിടെ കിട്ടി. സോ അതുകൊണ്ട് ഇവിടെ മേടിക്കേണ്ട സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഓവർ. അനിയൻസ് മേടിച്ചു, ജിഞ്ചറൊക്കെ മേടിച്ചു, പിന്നെ ഫ്രൂട്ട്സ് എടുത്തു. എല്ലാം കഴിഞ്ഞു. പച്ചടിക്കായി, അവിയലിനായി, ഓലന് മാത്രമുള്ള ആഷ് ഗോഡ് മാത്രം ഇപ്പം ഞങ്ങൾ പോയി ചോദിക്കണം, അത് കട്ട് ചെയ്ത് തരാൻ പറ്റുമോ, കാരണം ഫുള്ളായിട്ടുള്ളത് ഫുൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കട്ട് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ഇനി വേണം പോയി ചോദിക്കാൻ. 25 പേർക്ക് വെക്കണം എന്നുള്ളതുകൊണ്ട് കണക്കും അറിഞ്ഞൂടാ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം ഞങ്ങൾ മേടിച്ച എല്ലാം കൂടെ ഒന്നും കൂടെ ഇപ്പം എടുക്കുക. ഐ തിങ്ക് 1, 2, 3, 4, 5, 6 ഒരു 7-8 പൊട്ടറ്റോ പോരെ 25 പേർക്ക് ഉണ്ടാക്കാൻ. അറിഞ്ഞൂടാ, കണക്കറിഞ്ഞൂടാ, ഞങ്ങളങ്ങ് എടുത്തിടുക. പിന്നെ അമ്മയും സന്തോഷം കൂടെ ചേർന്ന് ഈ വെജിറ്റബിൾസ് എല്ലാം കവറിലൊക്കെ ആക്കി വിട്ടു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇവിടെ തന്നെ കിട്ടി. സോ ഇനി ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത് മറ്റേ കേരള സ്റ്റോറിൽ പോകണം, അതാണ് അടുത്ത പ്ലാൻ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചു. സന്തോഷ് പോയിട്ട് തക്കാളി മേടിക്കാൻ പോകും, പിന്നെ ഓലൻ ഉണ്ടാക്കാനായിട്ട് തേങ്ങാപ്പാൽ.
ഇവിടെ തക്കാളിയൊക്കെ ഭയങ്കര വിലയാണ് ഗൈസ്. $9 1 കിലോ. അപ്പം ഞങ്ങളിവിടെ ആക്ച്വലി ടിൻ തക്കാളി മേടിക്കും. അതാകുമ്പോൾ വെച്ചാൽ $1 ഒരു ടിന്നിന് $1. സോ അപ്പം നമുക്ക് എത്ര വേണോ അങ്ങനെ നമുക്ക് ലൂസിലെടുക്കാം. അപ്പോൾ ഞങ്ങൾ പോയ ആ വെജിറ്റബിൾ ഷോപ്പിൽ എനിക്ക് ഈ ഡ്രിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അമ്മയ്ക്കും സമയമായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മോമോസ് ഡംപ്ലിങ്സ് അമ്മ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിൽ പ്രോൺ ഡംപ്ലിങ്സ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ വെച്ചു പ്രോൺ ഡംപ്ലിങ് മേടിക്കാമെന്ന് പറഞ്ഞാൽ അത് മേടിച്ചിട്ട് സന്തോഷ് വരുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അവിടെയും 6 minutes ആവുമെന്ന് പറഞ്ഞു അത് റെഡി ആവാനായിട്ട്. സോ എനിവേ നമ്മളൊരു 6 minutes വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അമ്മ ഡംപ്ലിങ്സ് കഴിക്കുന്നത് നമുക്ക് ഈ കുട്ടിക്കാലത്തെ മെമ്മറീസ് ഓർമ്മ വരുന്നത്. അവർ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്തൊരു ഡിഷ് നമുക്ക് കുഞ്ഞിൽ മേടിച്ചു തരുമല്ലോ. അതേപോലെ ഇപ്പം ഞാൻ കഴിച്ചൊരു എക്സ്പീരിയൻസ് ചെയ്തൊരു ഡിഷ് അമ്മയ്ക്ക് അത് മേടിച്ചു കൊടുത്ത് അമ്മ അത് ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോഴേ എനിക്കൊരുമാതിരി ഭയങ്കര ഹോൾസമായിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ആ കേരള ഷോപ്പ്. ഇതിൻ്റെ പേര് സ്പൈസ് ഷോപ്പ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാ സാധനവും ഇവിടെ മാക്സിമം കിട്ടും. ഒരു 24 മിനിറ്റ് ട്രാവൽ ചെയ്ത് വന്നപ്പോഴേക്കും നല്ല ഉറക്കം. രാവിലെ എണീറ്റാണ്ട് ഞാൻ ഉറക്കം തൂങ്ങിയാണ് വന്നത്. സോ ഈ ദ സ്പൈസ് ഷോപ്പിന് കടയിൽ വെച്ചാൽ നമ്മൾ ഈ പറയൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അതേമാതിരി എല്ലാം കിട്ടും. എല്ലാ സ്ഥലത്ത് തിങ്സ് ഉണ്ടെന്ന് പറയും. പക്ഷെ മെജോറിറ്റി നമ്മുടെ കേരള തിങ്സ് എല്ലാം ഇവിടെ കാണും. എനിക്ക് ഭയങ്കര ഇവിടുത്തെ ഞാൻ വെച്ചാൽ ഈ ടേസ്റ്റി നിബിൾസിൻ്റെ മീൻകറിയൊക്കെ കാണും. അപ്പം എനിക്ക് മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാട്ടിൽ മീനില്ലാത്തൊരു ദിവസം കാണത്തില്ല. അപ്പം ഡെയിലി മീൻകറി ആയിട്ടുള്ളതുകൊണ്ട് വീട്ടിൽ ഡെയിലി മീൻകറി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ടേസ്റ്റി നിബിൾസിൻ്റെ മേടിച്ചുകൊണ്ട് ഞാൻ അത് തന്നെ റെഡി ടു മിക്സ് മാതിരി ഉണ്ടാക്കി കഴിക്കും. സോ ഇവിടെ ഇനി കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാം. അത്രേ ഉള്ളൂ. സോ അപ്പം അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ ആവശ്യമുള്ള തിങ്സൊക്കെ മേടിച്ചു. പ്രത്യേകിച്ച് വലുതായിട്ട് മേടിക്കുകയൊന്നുമില്ലായിരുന്നു. ഇലയൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മൾ കണി വെള്ളരി ഇല്ലേ, അതിവിടെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കണി വെള്ളരി മേടിക്കണമായിരുന്നു. പിന്നെ ഷ്രെഡഡ് കോക്കനട്ട്, കൊച്ചുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ മോസ്റ്റ്ലി ഞാൻ നേരത്തെയൊക്കെ സൺഡേ ഒക്കെ ഇവിടെ ഫുഡ് ആക്ച്വലി നമ്മുടെ മലബാർ ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ആക്ച്വലി വീക്ക്ലി സാറ്റർഡേ സൺഡേ ഇവർ സെയിൽ ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ മേടിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ വന്നപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു. മറ്റേ ബിരിയാണിയും പൊറോട്ട, സദ്യ, ഓണം വിഷു വരുന്നതുകൊണ്ട് സദ്യ ഇവർ സാറ്റർഡേ സൺഡേ സദ്യ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് മലബാർ ബിരിയാണി മേടിച്ചു, അമ്മ പൊറോട്ട മേടിച്ചു, പിന്നെ ഞങ്ങൾ അതല്ലാതെ പഫ്സ് മേടിച്ചു. സോ എല്ലാം മേടിച്ചു. ഇനി വീട്ടിൽ പോയി കഴിക്കണം. ഇവിടെ വെയിലും ഉണ്ട്, നല്ല തണുപ്പും ഉണ്ട്. സോ അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുക. അടുത്ത് തന്നെ ഒരു ഇൻഡോർ പ്ലാന്റ് ഷോപ്പുണ്ട്. അപ്പം അമ്മ അവിടെ പോയിരിക്കുക. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോകണം. അത്രേ ഉള്ളൂ. വീട്ടിൽ പോയിട്ട് ആക്ച്വലി റെസ്റ്റ് എടുക്കണം. എനിക്കൊരു 24 മിനിറ്റ് ട്രാവൽ ചെയ്ത് വരുമ്പോഴേ എനിക്ക് ഉറക്കം വരുമോ. പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ പുള്ളിക്കാരി എന്ന് പോയി ഞാൻ കാണണം. അതാണ് ഇന്ന് ഈ ഈവനിങ്ങിനുള്ള പ്ലാൻ. കടയിൽ പോയിട്ട് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ മറന്നു തിങ്സ് ഒക്കെ മേടിക്കുന്ന ആ തിരക്കിൽ. ഇനിയൊരു ദിവസം ഞാൻ എന്തായാലും പോയിട്ട് ആ വീഡിയോ ഒക്കെ ഞാൻ അവിടെ എടുത്തിടാം. സോ വീട്ടിലെത്തി. എന്നിട്ട് തിങ്സ് ഒക്കെ എല്ലാം എടുത്ത് വെച്ചു. ആ പണിയെല്ലാം കഴിഞ്ഞു. വന്നപ്പോൾ നല്ല മഴയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കടയിൽ നിന്ന് വന്നപ്പോൾ വെയിലുണ്ടെങ്കിലും മഴയുണ്ട്. ഇപ്പോഴും ആക്ച്വലി ചെറിയ ചാറലുണ്ട്. നമ്മൾ നാട്ടിൽ പറയുമല്ലോ കോഴിക്കും കുറുക്കനും കല്യാണമാണെന്ന്, അങ്ങനത്തെ പോലെയാണ് ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ്. മഴയും പെയ്തുകൊണ്ടിരിക്കുക, വെയിലും അടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് നല്ല വിശന്ന് തുടങ്ങി. ഞാൻ പോയി എൻ്റെ മലബാർ ബിരിയാണി ഞം ചെയ്യട്ടെ. സോ അത്രേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ആൻഡ് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് മൈ ഫാമിലി. ആൻഡ് ദെൻ സീ യു ഓൾ ഓൺ അനദർ വ്ളോഗ്. ഞാൻ വിഷുവിൻ്റെ അന്ന് വിഷു സ്പെഷ്യലായിട്ട് വരാം. സോ എന്തൊക്കെയാണോ ഉണ്ടാക്കിയത്, എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യമായിട്ട് അന്ന് വരാം. സോ അൺടിൽ ദെൻ സീ യു ഓൾ, ബൈ.